വെൽക്കം ടു മല്ലുക്യൂളർ. അപ്പോൾ നമ്മൾ സ്ലോട്ടർ ബെക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. അപ്പം അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമുക്ക് ഖുറ ഫുട്ബോൾ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് നല്ല സൂപ്പർ ഗിഫ്റ്റുകൾ സാധനങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാസിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ജേഴ്സി, പിന്നെ കുറച്ച് കളക്റ്റിബിൾസ്, മെസ്സിൻ്റെ ഈ ഒരു സാധനം, പിന്നെ നല്ല കിഡിലൻ കീ ചെയിൻസ് ഒക്കെ ഉണ്ട്. നോക്കി, വേൾഡ് കപ്പിൻ്റെ കീ ചെയിൻ. ഇത് നല്ല ടോപ്പ് ലെവൽ ക്വാളിറ്റി ആയിട്ടാണ്, ടോപ്പ് ക്വാളിറ്റി ആയിട്ടാണ്. അതൊക്കെ ടച്ച് ചെയ്താലേ അറിയാം. ലോക്കൽ ആണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്, പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. പിന്നെ ഇതൊരു കീ ചെയിനാണ്. സോ ഇത് നോക്കിയേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെ കുറേ കളക്റ്റിബിൾസ് അവർ അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് എഡിഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. മെസ്സി എഡിഷൻ, റൊണാൾഡോ എഡിഷൻ. എനിക്ക് കുറേ മെസ്സി ടൈപ്പ് സാധനങ്ങൾ അയച്ചത് മെസ്സി ഫാൻ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് അവിടെ കയറി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആരെ ഹൃദയവും വെറുക്കെ എന്ത് പണയം വെച്ചിട്ടാണെങ്കിലും വിറ്റിട്ടാണെങ്കിലും നമുക്ക് അടുത്ത സീസണിൽ ഒരു LCB വേണം. പറ്റുമെങ്കിൽ ജനുവരിയിൽ ഒരു LCB വേണം. അതാണ് ഇപ്പോൾ ബാഴ്സിൻ്റെ ലക്ഷ്യം. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് പ്ലെയേഴ്സ് നമ്മുടെ ഫാൻസിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ബാസ്റ്റോണി അതിലുള്ള ഒരു പേരാണ്. പക്ഷെ നമ്മൾ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ വേണ്ടെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കാം. അപ്പം ആ ലിസ്റ്റിലേക്ക് വരുന്ന വേറൊരു പ്ലെയറാണ് സ്ലോട്ടർ ബെക്ക്. ജർമ്മൻ ഇൻ്റർനാഷണൽ ആണ്, നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡോർട്ട്മുണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പം ആളെക്കുറിച്ച് ജസ്റ്റ് സംസാരിക്കാം. എനിക്ക് തോന്നിയ കാര്യങ്ങളുണ്ട്. ഇത് അനാലിസിസ് ഡീപ്പിലേക്ക് പോയിട്ട് അത് നോക്കി അങ്ങനത്തെ, പക്ഷെ റഫായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. സോ 2027 കോൺട്രാക്റ്റ് എക്സ്പയർ ആകാൻ പോകുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നമ്മൾ 2026 പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രൈസിന് നമുക്ക് ആളെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഈ പ്ലെയറിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീസ് എ ഗുഡ് പാസർ എന്ന് പറഞ്ഞാൽ ഒരു എബോ ആവറേജ്, ഒരു അത്യാവശ്യം നല്ല ടോപ്പ് ലെവൽ പാസർ തന്നെയാണ്. അത്യാവശ്യം നല്ല ബോൾ ക്യാരിയറാണ്. അത്യാവശ്യം നന്നായിട്ട് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഓപ്പണൻസിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. നല്ല ലോങ് ബോൾസ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. ഓക്കെ, പിന്നെ ആളൊരു LCB കൂടെയാണ്. LCBൻ്റെ ഡിമാൻഡ് നമുക്കറിയാം. നമ്മുടെ ടീമിന് LCBക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ടീമിന് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു പ്രോപ്പർ മോഡേൺ സെൻറ്റർ ബാക്കാണ്. എന്താണോ നമ്മുടെ ഫ്ലിക്കിൻ്റെ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്നത്, ആ ട്രൈറ്റ്സ് എല്ലാം കളിയിലുള്ള ഒരു പ്ലെയറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലോട്ടർ ബെക്ക്. പാസിംഗ് ഒക്കെ അടിപൊളിയാണ്. യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പാസറാണ് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ക്വാളിറ്റി ആളുടെ കാലിലുണ്ട്. പക്ഷേ ഇതൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ, കളിയൊക്കെ കണ്ട സമയത്ത്, അത് ചിലപ്പം ആൾ നിൽക്കുന്ന ടീമിൻ്റെ പ്രശ്നമായിരിക്കാം. ആൾ ബിഗ് ഗെയിംസിലേക്ക് വരുന്ന സമയത്ത് ഡിഫെൻസീവ്ലി കുറച്ച് വൾണറബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആളുടെ ഓൺ ദ ബോൾ ക്വാളിറ്റീസ്, ബോൾ ക്യാരിയിങ് എബിലിറ്റിൻ്റെ കാര്യം, പാസിൻ്റെ കാര്യം, ടെക്നിക്കൽ എബിലിറ്റി, ഗെയിം റീഡ് ചെയ്യാനുള്ള, അതിലൊന്നും എനിക്ക് അങ്ങനെ സംശയമില്ല. പക്ഷേ ആൾ ഡിഫെൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ബാഡാണോ എന്നുള്ളൊരു സംശയം ഉണ്ട്. അതാണ് കേട്ടോ എൻ്റെ ഒരു സംശയം. ഇപ്പം ഞാൻ സ്റ്റാറ്റൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത്, FBRFിൻ്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ആളുടെ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഒന്നും അങ്ങനെ പച്ച കത്തി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, പിന്നെ ഫോർട്ട് മോപ്പിൻ്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കുന്ന സമയത്തും ആൾ ഡിഫെൻസീവ്ലി അത്ര ടോപ്പ് ലെവൽ സ്റ്റാറ്റിലല്ല നിൽക്കുന്നത്. പിന്നെ അറിയാലോ, പൊതുവെ മോഡേൺ സെൻറ്റർ ബാക്സ് അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഞാൻ ബാസ്റ്റോണിൻ്റെ സ്റ്റാറ്റൊക്കെ എടുത്ത് ചിലത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ചില മെട്രിക്സിലൊക്കെ സ്ലോട്ടർ ബെക്ക് ബെസ്റ്റാന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഓവർ സ്റ്റാറ്റിൽ റിലേ ചെയ്യാറില്ല. ഞാൻ കളി കണ്ടു വെച്ച് നോക്കുന്ന സമയത്ത് ആൾ ഓൺ ദ ബോളിലെ പരിപാടിയൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്തോളും. പക്ഷേ ഓഫ് ദ ബോളിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്നതായിട്ടും വൾണറബിൾ ആവുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത് ഒരു പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഫ്ലിക്കിൻ്റെ അണ്ടറിലൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി റെഡി ആവുമായിരിക്കാം. പക്ഷെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഡോർട്ട്മുണ്ടിനായിട്ട് കളിച്ച മാച്ചുകളും അതൊക്കെ നോക്കിയാൽ മതി. ചിലപ്പം ആൾ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നമായിരിക്കും. അറിയാലോ, ടീം ടോട്ടലി കുറച്ച് ഡിഫെൻസീവ് വൾണറബിൾ ആണെങ്കിൽ പിന്നെ അവിടെ ഏത് വലിയ ഡിഫൻഡർ പോയി കഴിഞ്ഞാലും കുറച്ച് വൾണറബിൾ ആയിരിക്കും. പൊതുവെ ഇതാണ് സ്ലോട്ടർ ബെക്കിനെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ. പിന്നെ എപ്പോഴും ആളെ എപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് അത്രയും ഓൺ ദ ബോൾ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. എന്താണ് ഫ്ലിക്കിൻ്റെ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്നത്, ആ എല്ലാ ഓൺ ദ ബോൾ ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. പക്ഷേ ഓഫ് ദ ബോൾ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ മേ ബി സെറ്റൊക്കെ ആവുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. എന്തായാലും നോക്കാം. പിന്നെ നമ്മുടെ ക്ലബ് ഈ പ്ലെയറെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല.
എന്തായാലും കാത്തിരുന്ന് കാണാം. ലിവർപൂളിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലെയർ നല്ല പ്ലെയർ തന്നെയാണ്. ഞാൻ മോശം പ്ലെയർ ആണെന്നല്ല പറയുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കൺസേൺ ഡിസ്കസ് ചെയ്യാന്നുള്ളൊരു പോയിന്റ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ അതൊക്കെ തന്നെ പറയാൻ വന്നത് പ്ലെയറെ കുറിച്ച്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഞാൻ ആദ്യം ഖുറ ഫുട്ബോൾ സ്റ്റോറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, താങ്ക് യു.